കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ വിളിച്ചുകൂട്ടി രാജിപ്രഖ്യാപനം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തലിനെയാണ് കാണാൻ സാധിച്ചത്. അതൊരു ഒന്നൊന്നര രാജിപ്രഖ്യാപനമായിരുന്നു. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി 100 വീടുകൾ യൂത്ത് കോൺഗ്രസുകാർ നിർമ്മിച്ചു നൽകാമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പായസം വിറ്റും ബിരിയാണി ചലഞ്ച് നടത്തിയും 88 ലക്ഷത്തോളം രൂപ യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുക്കുകയും ചെയ്തു. എന്നാൽ സർക്കാർ ഭൂമി അനുവദിച്ചു നൽകാത്തതിനാൽ മാത്രം വീട് വെക്കൽ നീണ്ടുപോകുകയാണ്. പക്ഷേ ഈ 88 ലക്ഷവും മാങ്കൂട്ടം ഒറ്റയ്ക്ക് വിഴുങ്ങി എന്ന് പറഞ്ഞു സഖാക്കന്മാർ മാങ്കൂട്ടത്തലിനെ പെരും കള്ളനാക്കാൻ നോക്കിയപ്പോൾ 1 രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചതായി കാണിച്ചു തന്നാൽ ഇപ്പോൾ രാജിവെക്കാമെന്ന് വെല്ലുവിളിക്കുകയായിരുന്നു മാങ്കൂട്ടം. ആരോഗ്യ മേഖലയുടെ ക്ഷീണം കാരണം ആകെ പടുകുഴിയിൽ വീണിരിക്കുന്ന സർക്കാരിന് മുഖം രക്ഷിക്കാൻ സഖാക്കന്മാർ ചേർന്നുണ്ടാക്കിയ വലിയ കഥയാണ് മാങ്കൂട്ടം പൊളിച്ച് കയ്യിൽ കൊടുത്തത്. CPM ചെയ്ത പണിക്ക് ബൂമറാങ് പോലെ അവരെ തന്നെ തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വയനാട് ദുരന്തം നടന്നപ്പോൾ 27 ദിവസം അവിടെ തമ്പടിച്ചു കിടന്ന അവിടുത്തെ ദുരന്തം മുഴുവനും കണ്ടതാണ്. പക്ഷേ എന്നിട്ടും ആ വയനാട്ടുകാർക്ക് വേണ്ടി ഈ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, ചെയ്യാൻ അനുവദിക്കുന്നുമില്ല. എന്തായാലും പിണറായി സർക്കാർ വടികൊടുത്ത് അടിവാങ്ങി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. സർക്കാർ വഴിവിട്ട് നൽകിയ എല്ലാ കണക്കുകളും രാഹുൽ മാങ്കൂട്ടം വലിച്ചെടുത്തു കുടഞ്ഞു. ഏതായാലും സർക്കാരിന്റെ തട്ടിപ്പ് മുഴുവൻ പുറത്തു വരാനാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആക്രമിച്ചതുകൊണ്ട് CPM-ന് കിട്ടിയ മിച്ചം എന്ന് പറയുന്നത്. മാങ്കൂട്ടത്തിന്റെ വാക്കുകൾ കേൾക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ കണക്കാണ് വിഷയമെങ്കിൽ ഞങ്ങൾ ആ പോസ്റ്ററിൽ കൊടുത്തിരുന്ന അക്കൗണ്ടാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അക്കൗണ്ടാണ്. അപ്പോൾ അങ്ങ് കൈരളിയുടെ മാധ്യമപ്രവർത്തകനാണല്ലോ. അപ്പോൾ ഇത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങേക്ക് പരിശോധിക്കാം. അതായത് ഈ ഫണ്ട് കളക്ഷൻ ആരംഭിച്ച ദിവസം തൊട്ട് ഇന്നത്തെ ദിവസം വരെ 1 രൂപ ഈ അക്കൗണ്ടിൽ നിന്ന് 1 രൂപ, ഒരുപാട് വേണ്ട, മുഖ്യനാണല്ലോ ഈ സൈബർ സ്പേസിലുള്ള ആളുകളും ചില ഉത്തരവാദിത്തപ്പെട്ട MLA-മാരും പറയുന്നത്, 1 രൂപ ആ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൈരളിയുടെ മാധ്യമപ്രവർത്തനം അങ്ങേക്ക് തരാം, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിച്ചാൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന് പറയുന്ന പദവി ഇപ്പൊ രാജിവെച്ചിട്ട് അങ്ങേക്ക് കത്ത് തരാം. അത് അങ്ങേക്ക് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കൊടുക്കാനുള്ള സാഹചര്യം തരാം. ഞാൻ അങ്ങയോട് പറയാണ്, കൈരളിയുടെ എന്റെ പാർട്ട് തീർന്നില്ല. അങ്ങ് ദയവ് ചെയ്ത് ഇടപെടരുത്. ഞാൻ പറഞ്ഞത് അങ്ങേക്ക് വെരിഫൈ ചെയ്യാം. അങ്ങേക്ക് വെരിഫൈ ചെയ്യാം. അതല്ല, ഇനി ഏഷ്യാനെറ്റിന്, ഇവിടെ ഏഷ്യാനെറ്റിന്റെ റിപ്പോർട്ടർ ഇരിപ്പുണ്ട്. അപ്പൊ അദ്ദേഹം കൈരളിയുടെ റിപ്പോർട്ടർ ഏഷ്യാനെറ്റിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഏഷ്യാനെറ്റിന് വെരിഫൈ ചെയ്യാം, മനോരമയുടെ റിപ്പോർട്ടർക്ക് വെരിഫൈ ചെയ്യാം, 24-ന്റെ വെരിഫൈ ചെയ്യാം, മാതൃഭൂമിയുടെ വെരിഫൈ ചെയ്യാം. ഏത് റിപ്പോർട്ടർക്ക് വേണമെങ്കിലും ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാം. 1 രൂപ ആ ബാങ്കിൽ നിന്ന് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിൻവലിച്ചു എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ, ഒരുപാട് വേണ്ട, 1 രൂപ പിൻവലിച്ചു എന്ന് തെളിയിക്കാൻ പറ്റിയാൽ ഇപ്പോൾ ഈ നിമിഷം സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് നിങ്ങളുടെ കത്ത് തരാം. 1. ഇനിയും ബാങ്ക് അറിയാതെ എന്തായാലും വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഞങ്ങൾ കരുവന്നൂർ ഭരണസമിതി ഒന്നുമല്ലോ ബാങ്ക് അറിയാതെ പണം എടുക്കാനായി. അതെന്തായാലും ഞങ്ങളെ കൊണ്ട് കഴിയില്ല. മറ്റെന്തെങ്കിലും മാർഗത്തിലൂടെ ഉണ്ടോ? നിങ്ങൾ തെളിയിച്ചോ. ഓപ്പൺ ചലഞ്ച് അല്ലേ. ഈ വാർത്ത കൊടുത്ത എല്ലാ സ്നേഹിതന്മാരോടും ചോദിക്കുകയാണ്. ഇനി അതിനകത്ത് എന്റെ വ്യക്തിപരമായ ഒരു പ്രയാസം കൂടി പറയാം. ഇത് എത്രാമത്തെ തവണയാണ് ഒരേ തരത്തിൽ നിങ്ങൾ എന്നെ ഷെയ്ഡിൽ നിർത്താൻ ശ്രമിക്കുന്നത്? ഞങ്ങളെല്ലാവരും കൂടെ ഷെയ്ഡിൽ നിർത്താനാണ് നിങ്ങൾ ഇത്തവണ ശ്രമിച്ചത്. നിങ്ങൾ എനിക്കുള്ള പരിഭവമാണ് പറയുന്നത്, ആരും അത് വ്യക്തിപരമായിട്ട് എടുക്കരുത്. പാലക്കാട് ഞാനൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിങ്ങളൊരു പെട്ടിയുടെ വാർത്ത കൊടുത്തു. എന്നെ കള്ളപ്പണക്കാരനായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തി. ആ ശ്രമം നടത്തിയിട്ട് അവിടുത്തെ ജില്ലാ പോലീസ് മേധാവി CPM-ന്റെ ജില്ലാ കമ്മിറ്റി കൊടുത്ത പരാതിയിന്മേൽ FIR പോലും എടുക്കാൻ കഴിയില്ല എന്ന വിവരം നിങ്ങൾ എത്ര പേർ അതേ ആർജവത്തോടുകൂടി അതേ പ്രാധാന്യത്തോടുകൂടി ബ്രേക്ക് ചെയ്തു? നിലമ്പൂരിൽ സമാനമായ ഒരു പെട്ടി പരിശോധന നാടകം ഉണ്ടായി. ഇപ്പൊ ഏറ്റവും കൂടുതൽ വലുത്, നിങ്ങൾ ഇത്തരത്തിൽ ഒരു ബാങ്കിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു വിവരത്തിൽ ഒരു വിഷയത്തിനകത്ത് നിങ്ങൾ നിരന്തരമായി സാമ്പത്തിക കുറ്റവാളിയെ ചിത്രീകരിക്കാൻ ശ്രമം നടത്തുന്നത് അത്ര നല്ല പ്രവണതയായി എനിക്ക് എന്റെ സുഹൃത്തുക്കളുടെ നിലയിൽ നിങ്ങളോട് അതിന്റെ ഒരു പരിഭവം കൂടി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇനി 2, നിങ്ങൾ ചോദ്യം ചോദിക്കണം. വയനാട് റീബിൽഡ് പദ്ധതി ചർച്ച ചെയ്യപ്പെടുന്നതിനകത്ത് സന്തോഷമേ ഉള്ളൂ. അപ്പൊ ചോദിക്കും, ഇപ്പൊ ഞങ്ങളുടെ അക്കൗണ്ടിൽ 88,68,827 രൂപയുണ്ട്. 88,68,827 രൂപ. ഇനി നിങ്ങളോട് ഞാനൊരു വിവരം കൂടെ പറയാം. യൂത്ത് കോൺഗ്രസിന്റെ ചില പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പേര് സംഭാവന ചെയ്തിരുന്നു. ആ സംഭാവന പോലും ഇത് വയനാട് ഫണ്ട് കളക്ഷന്റെ പണം വന്ന അക്കൗണ്ടിലേക്കാണ് എന്നുള്ളത് കൊണ്ട് ആ പണം പോലും എടുത്തിട്ടില്ല. 1-2 പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഫണ്ട് വന്നത് പോലും ഞങ്ങൾ എടുത്തിട്ടില്ല. അത്ര സുതാര്യമായിട്ടാണ്. കാരണം അത് നാളുകളിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ പണം വന്നിട്ട് പോലും അതിൽ നിന്നൊരു ചില്ലിക്കാശ് എടുക്കാത്തത്. ഇനി ആ പണം കൂടി ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിക്കും. ഇനി എന്തുകൊണ്ടാണ് വൈകുന്നത് എന്നുള്ളതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അത് നമുക്ക് ഒരു ഡിസ്കഷൻ കൊണ്ടുവരാം. സംസ്ഥാന ഗവൺമെന്റിന് 780 കോടി രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തു, അല്ലേ? 780 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ
ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് വരെ നിർമ്മിച്ചു കൊടുത്ത ഒറ്റ വീടിന്റെ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഒരു വർഷം കഴിഞ്ഞില്ലേ? ഈ ഒരു വർഷത്തിനിടയിൽ സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ഒരു വീട്, ഒറ്റ വീട് പറയാൻ കഴിയും? ഇന്നലെ ഈ വാർത്ത കൊടുക്കുമ്പോൾ 1-2 മാധ്യമ പ്രവർത്തകർ അബദ്ധത്തിലാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഡിവൈഎഫ്ഐ 100 വീട് നിർമ്മിച്ച് നൽകിയെന്ന് പറഞ്ഞു. ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകിയ 100 വീട്ടിൽ ഒരു വീട് നിങ്ങൾ കാണിച്ചു തരാം. ഒരു വീട്, ഒറ്റ വീട് കാണിച്ചു തരാം. ഡിവൈഎഫ്ഐ എന്താ ചെയ്തത്? ഡിവൈഎഫ്ഐ സമാഹരിച്ച പണം സർക്കാരിന് കൊടുത്തു. സർക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തു. ജനങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുക്കുന്നില്ലേ? പിന്നെന്തിനാ വേറൊരു കളക്ഷൻ ഏജന്റ് ആകുന്നത് ഇവര്? നമുക്ക് ഗവൺമെന്റിന്റെ കാലതാമസത്തെ അതിജീവിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് ഈ സർക്കാരിന്റെ ദുരിതാശ്വാസ നിധിയെ കണ്ണും കൂട്ടി വിശ്വസിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം നിങ്ങൾ വയനാട്ടിലെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്ന സഹായം, 9,000 രൂപ സഹായം നിർത്തലാക്കിയ ആളുകളുടെ പ്രതിഷേധം നിങ്ങൾ കണ്ടില്ലേ? വയനാട്ടിലെ ആളുകൾക്ക് അവരുടെ എന്തെങ്കിലും ഒരു ഉപജീവന മാർഗത്തെ പറ്റി സർക്കാർ ചിന്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ വാഹനം വാങ്ങി നൽകിയിട്ടുണ്ട്. ഈ സർക്കാർ ഇത്ര കോടി രൂപ ഇട്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പ്രത്യക്ഷത്തിൽ ബോധ്യമുള്ള ആളുകളാണ്. മുണ്ടക്കൈ ചുരുൾമലയിലെ ആളുകളുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം എന്തൊക്കെയാ വരുമാനം? 1, കൃഷി. 2, അവിടുത്തെ ആ ജംഗ്ഷനിൽ കടമുറിയിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ. 3, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ. 4, ജീപ്പ് ഓടിക്കുന്നവർ. ഒറ്റ ഉരുൾപൊട്ടലിൽ 4 വരുമാന മാർഗം അവസാനിച്ചു അല്ലേ? കൃഷി നശിച്ചു, അവിടുത്തെ കടകളില്ല, അവർക്ക് ഓട്ടോ ഇല്ല, ജീപ്പില്ല. ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ഈ സർക്കാർ കഴിഞ്ഞിട്ടുണ്ടോ? ഒറ്റ ഓട്ടോ ഒരാൾക്ക് ഈ സർക്കാർ ഓട്ടോ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ജീപ്പ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരാൾക്ക് ഈ സർക്കാർ ഒരു വീട് വെച്ച് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ 780 കോടി രൂപ നമ്മൾ സമാഹരിച്ചു കൊടുത്തൊരു സർക്കാർ ആ പണത്തിന് മുകളിൽ നിഷ്ക്രിയമായി നോക്കിയിരിക്കുകയാണ്. എന്നിട്ടാണ് സർക്കാർ സ്പോൺസേഡ് ആയിട്ടുള്ള ഇത്തരം വാർത്തകൾ വരുന്നത്. ഇനി 2, ഇതുമായി ബന്ധപ്പെട്ട് മനോരമയുടെ റിപ്പോർട്ടുള്ളത് കൊണ്ട് മനോരമയുടെ ഒരു വാർത്ത ഓഗസ്റ്റ് 16, 2024 ഞങ്ങൾ കൊടുത്ത കത്ത് കൊടുത്തു. ആർക്കാ കത്ത് കൊടുത്തു അറിയാമോ? ഞങ്ങൾ എല്ലാവരും കൂടെ മന്ത്രിസഭാ ഉപസമിതി അംഗമായ ശ്രീ മുഹമ്മദ് റിയാസിന് കത്ത് കൊടുത്തു. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിയാം? ഒന്നാമത്തെ, യുവജന സംഘടനകൾ പ്രഖ്യാപിച്ച വീടുകൾ നിർമ്മിക്കുന്നതിന് പൊതുവായ ഭൂമി സർക്കാർ അനുവദിച്ചാൽ വീടുകൾ നിർമ്മിച്ചു നൽകാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിങ്ങൾക്ക് ഈ വാർത്ത പരിശോധിക്കാം. മനോരമയുടെ ലൈബ്രറിയിൽ ഉണ്ടാകും. ഓഗസ്റ്റ് 16, 2024 വന്ന വാർത്തയാണ്. മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2 കത്ത് കൊടുത്തു. ഞങ്ങൾക്ക് ഭവന നിർമ്മാണത്തിലേക്ക് കടക്കണം, ഭൂമി വിട്ടു തരണം. വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? വയനാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമിയല്ലേ? ഞങ്ങൾ 2 തവണ മുഖ്യമന്ത്രി കത്ത് കൊടുത്തു. ഭൂമി വിട്ടു തരണം, ഞങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാം. തന്നിട്ടുണ്ടോ? ഒരാൾക്കെങ്കിലും ഒരു തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ? 2, അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഒരു പ്രപ്പോസൽ വെച്ചു. ഞങ്ങൾക്കൊരു ഭൂമി കിട്ടി, ഞങ്ങൾക്ക് ഒരാൾ 2.5 ഏക്കർ ഭൂമി തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു ഹൗസിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അത് ഈ മുണ്ടക്കൈ ചുരുൾമലയിൽ നിന്ന് വളരെ ദൂരെയാണ്, ഒരു 10-40 കിലോമീറ്റർ അപ്പുറയാണ്. അപ്പൊ അവിടുത്തെ ആളുകൾക്ക് അവിടേക്ക് ഒരു പറിച്ചു നിറയിൽ പ്രായോഗികമായി പ്രയാസമാണെന്ന് പറഞ്ഞു. വീണ്ടും മുഖ്യമന്ത്രി കത്ത് കൊടുത്തു. ഞങ്ങളുടെ പക്കൽ 2.5 ഏക്കർ ഭൂമിയുണ്ട്, പകരം ഈ ഭൂമി ഏറ്റെടുത്തിട്ട് പകരം ഞങ്ങൾക്ക് ഭൂമി തരുമോ? ഞങ്ങൾക്ക് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് തരാനല്ലോ പറയുന്നത്, ഈ സാധു മനുഷ്യന്മാർക്ക് കൊടുക്കാനല്ലേ പറയുന്നത്. സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഒരാൾക്ക് ഒരു തുണ്ട് ഭൂമി സർക്കാർ കൊടുത്തിട്ടുണ്ടോ? ഒരു തുണ്ട് ഭൂമി. അപ്പൊ ഇതൊന്നും ചെയ്യാതെ 780 കോടി രൂപയുടെ മുകളിൽ അടയിരിക്കുന്ന ഒരു സർക്കാരിനെ വിമർശിക്കാതെയുള്ള ഇത്തരം വാർത്തകൾ, അത് ഇതിന്റെ പൊതുവായ ലക്ഷ്യത്തിന്റെ